ബൈബിൾ നമുക്ക് തുറക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നിയോഗവും പ്രേരണയും തന്നിരിക്കുന്നത്. ആ വചനത്തെ ആധാരമാക്കിയാണ് ഇന്ന് ദൈവവചനം പറയാൻ പോകുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. മതി. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. 1-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാമോ? സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഗലാത്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 6-ാമത്തെ അധ്യായത്തില് ഒരു സഭ എങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ വിവരണം. പലരും രക്ഷിക്കപ്പെട്ടു, പലരും സ്നാനപ്പെട്ടു, പലരും സഭയിലെ അംഗങ്ങളായി തീർന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉന്നമനമില്ലാത്തത്, ആത്മീക പുരോഗതിയില്ലാത്തത്, വളരാൻ കഴിയാത്തത്, സ്തോത്രം, പ്രത്യാശ കൊണ്ട് നിറയാൻ പറ്റാത്തത് എന്നാന്ന് ചോദിക്കുന്ന ധാരാളം ചോദ്യങ്ങൾ ജനഹൃദയങ്ങളിലുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ധന്യനായ പൗലോസ്ലീഗയുടെ മിഷണറി യാത്രയിൽ പൗലോസിനാൽ ഉരുവായ സഭയാണ് ഗലാത്യ സഭ. ഗലാത്യ സഭ എന്ന് പറഞ്ഞാൽ ഒരു സഭയല്ല, സഭകളുടെ ഒരു വലിയ കൂട്ടമാണ് ഗലാത്യ സഭ. അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ര, ദെർബ എന്നിവിടങ്ങളിൽ പൗലോസിനാൽ ഉരുവായ സഭകളുടെ വലിയൊരു കൂട്ടത്തെയാണ് ഗലാത്യ സഭ എന്ന പേരിൽ പൗലോസ്ലീഗ ലേഖനം എഴുതി ഉറപ്പിക്കുന്നത്. വളരെ ദീർഘമായി പഠിക്കേണ്ട ധാരാളം ചിന്തകൾ അതിനകത്തുണ്ട്. ഈടുറ്റ ചിന്തകളിലേക്ക് നമുക്ക് വരാം. ഒരു വിശ്വാസി, ഒരു ദൈവപൈതൽ ഒരു സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്നാണ് പൗലോസ് ഇവിടെ. സത്യത്തിൽ ഞായറാഴ്ചയാണ് പറയേണ്ടിയത്, പക്ഷെ ഇന്ന് പറയാനാണ് എനിക്ക് നിയോഗം കിട്ടി. സ്തോത്രം. നമ്മുടെ ഞായറാഴ്ച പോലെ ആന്നല്ലോ. കർത്താവിന് സ്തോത്രം. അപ്പം ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഗലാത്യ സഭയോട് ഈ 6-ാം അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വലിയ ഉണർവൊന്നും ആദ്യം ഉണ്ടാകുന്ന ഭാഗമല്ല വരാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. പൗലോസ്ലീഗ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ. മനുഷ്യ ജീവിതത്തിൽ എന്തു വരാം? തെറ്റുകൾ വരാം. സ്തോത്രം. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നൊരു ഭാഗം, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലുണ്ട്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റി. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പം ഏറ്റവും കൂടുതൽ തെറ്റുന്നത് വാക്കിലാണ്. വാക്കിലൊരു മനുഷ്യൻ തെറ്റാതിരുന്നാൽ, സ്തോത്രം, ആ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ച്. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ, ആദ്യം യാക്കോബ് പറയാണ് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഇപ്പൊ നിങ്ങൾ തെറ്റിപ്പോകുന്ന എല്ലാ ലിസ്റ്റും ഒന്നും ഇപ്പം പറയാനുള്ള സമയം എടുക്കുന്നില്ല. പക്ഷെ പലതിലും നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ, എന്നാൽ സൂക്ഷിക്കണം, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ കൂടുതൽ തെറ്റ് വരുന്ന എവിടാ? അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. ഈ നാവ് വലിയ അപകടകാരിയാണ്. സ്തോത്രം. അതിനെ ഒരുത്തൻ കടിഞ്ഞാൻ ഇടുവാണെങ്കിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. എന്ന് പറഞ്ഞാൽ വാക്കുകളെ സൂക്ഷിക്കുന്ന ഒരുവൻ എപ്പോഴും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ബൈബിളിന്റെ വെളിപ്പാട്. അത് വീട്ടിലായാലും പള്ളിയിലായാലും കൂട്ടായ്മയിലായാലും നാട്ടുകാരുടെ ഇടയിലായാലും വാക്കുകളെ സൂക്ഷിക്കണം. അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇനി പൗലോസ്ലീഗ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയാൽ തെറ്റിപ്പോകും. തിരുവെഴുത്തിനെ അപ്പം നമ്മളെല്ലാം തെറ്റിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ആ ഭാഗം പറഞ്ഞു പോകാം, കാരണം ആ ഭാഗമല്ല ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. ആരും നിങ്ങളെ, മറ്റൊരു ഭാഗത്ത് വന്ന കള്ളപ്രവാചകന്മാർ പലരും നിങ്ങളെ തെറ്റിക്കും. അവരാരും നിങ്ങളെ തെറ്റിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം?
ഗലാത്യ സഭ എഫെസോസിലെ സഭയോട് പൗലോസ് പറയുമ്പം മനുഷ്യന്റെ ചതിയാലും തന്ത്രങ്ങളിലും നിങ്ങൾ കുടുങ്ങി തെറ്റിപ്പോകരുത്. ഹല്ലേലൂയ. അപ്പം തെറ്റിക്കുന്ന ധാരാളം സ്പിരിറ്റിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്, ഒരുത്തൻ തെറ്റിപ്പോയാൽ എന്തോ ചെയ്യണം. കർത്താവിന് സ്തോത്രം. ആ തെറ്റിപ്പോയവൻ മടങ്ങി വരണം, യഥാസ്ഥാനപ്പെടണം. എന്തോ ചെയ്യണം? യഥാസ്ഥാനപ്പെടണം. തെറ്റിപ്പോയോ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, ഹല്ലേലൂയ, ആ തെറ്റിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരണം, യഥാസ്ഥാനപ്പെടണം. സ്തോത്രം. കർത്താവേ, ഇന്ന തെറ്റെനിക്ക് വന്നുപോയി, ഞാൻ അതിൽ നിന്ന് തിരിച്ചു വരിക. ഇനി പൗലോസ് സഭയുടെ ദൗത്യം ഇവിടെ ഗലാത്യ സഭയോട് പറയുന്ന ഭാഗമാണ് വായിച്ചത്. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേട്ടെ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യത്തിന്റെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും. അപ്പോൾ ഒരാൾ തെറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവന് ഈ കൂട്ടായ്മയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നവൻ അവനിപ്പോൾ ഒരു തെറ്റ് കാണിച്ചേക്കും. അവനെ ഇനി മേലെ ചർച്ചയിൽ കയറിയേക്കരുത്, പള്ളി കയറിയേക്കരുത്, നിനക്കൊന്നും പറഞ്ഞിരിക്കുന്ന നല്ല ആത്മീകം, നീയൊന്നും ഒരിക്കലും രക്ഷപ്പെടത്തില്ലടാ എന്ന് പറഞ്ഞ് ശപിച്ചു വിടാനല്ല, അവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. ഒന്നുകൂടെ വാക്യം നിങ്ങളത് വായിച്ചു കേട്ടെ. ഒന്നുകൂടെ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ. ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. ഭർത്താക്കന്മാരോട് പറയാ, ഭാര്യ ഭയങ്കര വഴക്കുണ്ടാക്കുന്നവളാണെങ്കിൽ അവളെ സൗമ്യതയുടെ ആത്മാവിൽ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തണം. ഭാര്യമാരോട് പറയാ, ഭർത്താക്കന്മാര് ഭയങ്കര വഴക്കാളികളാണെങ്കിൽ അവരോട് എങ്ങനെ ഇടപെടണം? സൗമ്യതയുടെ. സ്തോത്രം. ഒരു ദിവസം ഒരു പുള്ളിക്കാരന് മദ്യപിച്ചിട്ട് വന്നവൻ, പുള്ളിക്കാരൻ രക്ഷിക്കപ്പെട്ടു ഒന്നുമല്ല, അല്ല കുടിച്ചിട്ട് വന്നവൻ ഭാര്യ എഴുന്നേറ്റ് നിന്ന് അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് വിരളി കൊണ്ടിക്കൊണ്ടിരുന്നു. പുള്ളി എന്നോട് വന്ന് പറഞ്ഞു, ഭാഷ പേടിച്ചു പോയി, ഇപ്പൊ എന്നാ പറ്റി? ആദ്യമായിട്ട് കാണുക. അവിടെ അല്ലത്. സ്തോത്രം. അങ്ങനെയല്ല ആ കാര്യത്തെ നമ്മൾ നേരിടേണ്ടത്. അതിനെല്ലാം ഓരോ വഴികൾ വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പൊ ഒരുവൻ പിന്മാറ്റത്തിൽ പോയാൽ അവനെ എന്ത് ചെയ്യണം? സൗമ്യതയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിന് അപ്പുറത്തൊരുത്തൻ നീങ്ങിപ്പോയെങ്കിൽ കൊള്ളത്തില്ല. അങ്ങനല്ല. നമുക്ക് എന്തോ വേണം? സൗമ്യതയുടെ ആത്മാവിൽ അവൻ. നിങ്ങൾക്കറിയോ ഒരാത്മാവിന്റെ വില ബൈബിളിൽ എഴുതിയേക്കുന്നറിയോ? ഭൂലോകത്തെക്കാട്ടിലും. നിങ്ങൾക്കറിയോ, ഈ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പ്രസംഗിച്ചാൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, 30 ലക്ഷത്തോളം വരുന്ന 30-നും 40 ലക്ഷത്തിനും ഇടയ്ക്ക് വരുന്ന ജനസമുദ്രം മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിൽ ഇറങ്ങിയതാ. 20 വയസ്സിന് മേപ്പോട്ടുള്ള 2 പേരെ കനാൻ നാട്ടിൽ കയറിയുള്ളൂ. ബാക്കി മുഴുവൻ മന്ന തിന്നവൻ, ഇറച്ചി കഴിച്ചവൻ, പാറയിലെ വെള്ളം പൊട്ടിപ്പുറപ്പെട്ടവൻ, കൈയടിച്ചവൻ, മന്ന പൊഴിഞ്ഞപ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറക്കി തിന്നവൻ, ചെരുപ്പ് പഴകാത്തവൻ, ഉടുപ്പ് പഴകാത്തവൻ, ദൈവത്തിന് കാല് വീങ്ങാത്തവൻ. പക്ഷെ ഒരെണ്ണം സ്വർഗത്തിൽ പോയി. ദൈവം തരുന്ന വീടും കാറും നന്മകളും ജോലിയും ഗവൺമെന്റ് ജോലിയും എല്ലാം നമ്മൾ അനുഭവിക്കുന്നു. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ ദൈവസഭയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഒത്ത പോലെ ബ്രദറെ ഞാൻ പറയുന്ന പോലൊക്കെ നടക്കണം. അത് വീട്ടിൽ പോലും നടക്കത്തില്ല. പക്ഷെ ഇവിടെ പറയാം, ദൈവദാസന്മാർ പറയുന്ന കേട്ട് വിനയപ്പെട്ടിരിക്കണം. രാമയും പറഞ്ഞാട്ട് ഒരുത്തൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം, അവൻ എന്ത് ചെയ്യണം? ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ. അന്നേരം അറിയുന്നേ നിങ്ങൾ ആത്മികരാണോ. ഒരുത്തൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞ പദമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. തമ്മിൽ ഒരു സഭയുടെ ഏറ്റവും വലിയൊരു ദൗത്യമാണ്. സഭയെന്ന് പറയുമ്പം യേശു സഭയെ 3 നിലകളിലാണ് വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് വെളിപ്പാട് തന്നേക്കുന്നത്. ഒന്നാമത്, ഞാൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ചർച്ചിൽ പ്രസംഗിച്ചു, മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളാണ് നമ്മൾ. രണ്ടാമത്, ദാവീദ് പറഞ്ഞു, ഇടയന്റെ കൈക്കുള്ളിലെ ആടുകളാണ് നമ്മൾ. സ്തോത്രം. പൗലോസ്ലീഹ സഭയോട് പറയുമ്പം പറയുന്നുണ്ട്, നമ്മൾ ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവമാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൃപയിലേക്ക് വന്ന് ഒരു സഭയോടൊരാൾ ചേരുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാവുക.
അവയവാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവിന് സ്തോത്രം. ആമേൻ. ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. നമ്മുടെ ശരീരത്തിൽ പല അവയവമുണ്ട്. അതെൻ്റെ പ്രസംഗമല്ല, ഭാരം എന്ന വിഷയത്തിലേക്ക് അവർ. നമ്മുടെ ശരീരത്തിൽ പല അവയവമുണ്ട്. കൈ, മറ്റൊരു അവയവമാ കാല്, മറ്റൊരു അവയവമാ കണ്ണ്, മറ്റൊരു അവയവമാ മൂക്ക്, മറ്റൊരു അവയവമാ ചെവി. ഞാൻ എല്ലാം വിവരിക്കുന്നില്ല. എല്ലാം ഒരുപോലല്ല, എല്ലാറ്റിൻ്റെയും പ്രവൃത്തി ഒരുപോലല്ല. നിങ്ങൾക്കറിയോ, ഒന്നിൻ്റെ സഹായമില്ലാതെ മറ്റൊന്നിന് ജീവിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ കാല് ഭയങ്കര ഗമയടിക്കുക, കൈ ഭയങ്കര ഗമയടിക്കുക. നിങ്ങൾ എന്നെ നോക്കുക, ഞാൻ എന്ത് പൊക്കത്തിലായിരിക്കുന്നത്, കാലിനോടാ ഗമയടിക്കുന്നത്. സ്തോത്രം. നീ എവിടാ, താഴെയാ നിൽക്കുന്നത്? അവൻ ചിരിച്ചോണ്ട് പറയാം, എടാ ഞാൻ താഴെ നിൽക്കുന്നോണ്ടാ നീ മേളിൽ നിൽക്കുന്നു. ഞാൻ താഴെ നിന്നില്ല, നീ വാ പറയുക നിന്നെ എന്തതിന് കൊള്ളാം, കൈയോടി വയ്ക്കുക നിന്നെ എന്തതിന് കൊള്ളാം. എന്നെ നോക്കാം, 32 പല്ലൊക്കെ വെച്ച് വളരെ ഡീസൻ്റ് ആയിട്ട് നാക്കുമൊക്കെ. എൻ്റെ ചുണ്ടും എൻ്റെ വായും എൻ്റെ പല്ലും ഒക്കെ ആൾക്കാരെ കണ്ട ആരും നോക്കി ചിരിച്ചു പോവും. നിന്നെ എന്തോ കൊള്ളാം, നീ ഭയങ്കര ഇങ്ങനെ നീളത്തിലിരിക്കുകയല്ലേ. കൈ ചിരിച്ചോണ്ട് പറയടാ, ഞാൻ വല്ലതും അങ്ങോട്ട് തന്നാലേ നിനക്ക് പണിയുള്ളൂ. ഞാൻ സ്ട്രൈക്കാണ്, നീ അവിടെ ഇരിക്കും. സ്തോത്രം. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാതെ, ഇതുപോലെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാണ്. ആ കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൻ്റെ അവിടെ ചെന്നപ്പോൾ ആ ചർച്ചിനകത്ത്, ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്തോത്രം, ആ ചർച്ചിനകത്തെ അവസ്ഥകൾ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിച്ചു. അവർ പറഞ്ഞു, ഈ ചർച്ചിലെ ഒരു ബ്രദറിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ ബ്രദറാണ് ഈ ചർച്ച് പണിത് തന്നത്. അവിടെ ഒരു സഭ പണിത് കൊടുത്ത ആരാ? ഒരു ബ്രദറാണ്. മറ്റൊരു വിശ്വാസത്തെ കാണിച്ചു പറഞ്ഞു, എല്ലാ ശനിയാഴ്ചയും വന്ന് ഈ ചർച്ച് മുഴുവൻ ക്ലീൻ ചെയ്ത് വാഷ്റൂം കഴിയുന്ന ഈ അച്ചാന കണ്ടോ. ഓരോരുത്തർക്കും ഇതെല്ലാം കൂടെ ചേരുമ്പോഴാ സഭ. ശരീരത്ത് പല അവയവമുള്ളതുപോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മളെല്ലാം ക്ഷമയോടെ ഫുൾഫിൽ ചെയ്യുമ്പോഴാ ഒരു സഭ അതിൻ്റെ ഫുൾ സിങ്ങി വരുന്നത്. ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഞാൻ 1-2 വാക്യം വായിച്ചു ഞാൻ ഈ ഭാഗത്തോട്ട് വരാം. ഗലാത്യ ലേഖനത്തിനെടുത്ത് കർത്താവിന്റെ സ്തോത്രം 6-ാം അധ്യായം എന്നെടുത്ത് 6-ാം അധ്യായത്തിൽ നിന്ന് മാത്രമാണ് 7-ാമത്തെ വാക്യത്തിന്റെ ഒടുവ് മുതൽ വായിച്ച് 7-ാമത്തെ വാക്യത്തിന് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്ന് പറഞ്ഞ പൗലോസ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ജഡത്തിൽ വിതച്ചു പഠിക്കരുത്. നിങ്ങൾ ജഡീകന്മാരല്ല, നിങ്ങൾ ആത്മികരാണ്. നിങ്ങൾ ആത്മാവിൽ വിതയ്ക്കാൻ പഠിക്കണം. ആത്മാവിൽ വിതച്ചാൽ എന്ത് ചെയ്യും? നിത്യജീവനെ കൊയ്യും. അപ്പൊ ഓരോ വിശ്വാസികളും എന്ത് പഠിക്കണം? ആത്മാവിൽ ജീവിക്കാൻ, ആത്മാവിൽ നടക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ വിതയ്ക്കാൻ, ആത്മാവിൽ പ്രാപിക്കാൻ എല്ലാം. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും പരിശുദ്ധാത്മാവിൽ നിറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. നിന്റെ ജീവിതത്തെ, ഞാൻ ദൈവാത്മാവിൽ ഒരു കാര്യം പറയാം, നിന്റെ ആരോഗ്യത്തെ വരിഞ്ഞു മുറുക്കുന്ന, ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന സകല ദുഷ്ടശക്തികളും നിന്റെ മുന്നിൽ നിന്ന് പിടിവിടണമെങ്കിൽ നിന്റെ ശരീരത്തിലൂടെ ദൈവത്തിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എത്ര വലിയ മാരക രോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നാലും നല്ലൊരാരാധന വെളിപ്പെട്ടാൽ ദൈവമക്കൾ സൗഖ്യമാവും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്നത്തെ പ്രാർത്ഥന നിന്റെ ആരോഗ്യതലത്തെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും യേശു അഴിച്ചു കളയട്ടെ. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആരാധിക്കുമ്പോൾ കൈയൊക്കെ അടിക്കണം, കൈയൊക്കെ ഉയർത്തണം. ബ്രദറെ, ഭയങ്കര ചൂടാണ്. കർത്താവിന് സ്തോത്രം. ചൂടും തണുപ്പും ഒക്കെ നമ്മളെ വീട്ടിലും ഉണ്ടല്ലോ. ഹല്ലേലൂയ. പക്ഷെ അതിനെക്കാട്ടി വലിയ ചൂടാണ് നമ്മളെ കടന്നു പോകുന്ന അന്തരീക്ഷം. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ആരാധന വെളിപ്പെട്ടാൽ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകും. ഓ ഹല്ലേലൂയ. നമുക്ക് വചനത്തിലോട്ട് വരാം. അപ്പം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ വന്ന് നമ്മൾ യോഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നീയും വയസ്സാകുമ്പോൾ നിനക്ക് വെള്ളം തരാൻ ആരെയും കാണുകയില്ല. മിണ്ടുന്നില്ല. സ്തോത്രം. അയൽവക്കത്തുകാരനെ വിളിക്കാമെന്ന് ചെയ്ത് എല്ലാം വിളിച്ചു വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടിയാൽ നിന്റെ മോൻ വീട് വെക്കം നടത്തും, അതുപോലെ ചീത്ത വിളിക്കാൻ ഒരാൾ കാണും. സ്തോത്രം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ദൈവമക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? വിതയ്ക്കാൻ പാടില്ല. വിതച്ചാൽ ഒരു മാറ്റവും. അത് അനിപ്പാഷ് വെച്ചാൽ അനിപ്പാഷ് കൊയ്യും. നിങ്ങൾ വിതച്ചാൽ നിങ്ങൾ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ. സ്തോത്രം. ഇനി 9-ാം വാക്യം, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ട് നന്മ ചെയ്യുന്ന കാര്യത്തിൽ മടുക്കല്ലെന്ന് പറ.
നന്മ ചെയ്യുന്ന കാര്യത്തിന് മടുക്കരുത്. സ്തോത്രം. നമ്മൾ തമ്മിൽ നന്മ ചെയ്യണം. ഇനി അടുത്ത ശ്രദ്ധിച്ചു കേട്ടെ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നിങ്ങൾക്കറിയാമോ, കായീനും ഹാബേലും ദൈവത്തെ ആരാധിക്കാൻ വന്നപ്പം ഒരുവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, മറ്റവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ആരുടെ യാഗത്തിലാ പ്രസാദിച്ചേ? ഹാബേലിന്റെ യാഗത്തിൽ. കായീന്റെ യാഗത്തിൽ സോദര അത് ചേമ്പും ചേനയും കാച്ചിലുമാണ് കൊണ്ടുവന്നത്, മറ്റവൻ ആടിനെയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടൊന്നും അല്ല. അവിടെ ദൈവം തന്നെ പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നെങ്കിൽ കേട്ടോ, ആരാധനയ്ക്ക് വരുന്നവർക്ക് വേണ്ടത് ഒരു നന്മയുള്ള ഹൃദയ. ഒരാമയും പറയുന്നില്ല. നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നീ നന്മ തന്നെ പ്രാപിക്കും. ഓ ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുക, നന്മ ചെയ്യുകയിൽ നാം എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ നാം അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. പൗലോസ് പറയുക, അവസരം കിട്ടും പോലെ എല്ലാവർക്കും നന്മ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുക, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. കഴിയുമെങ്കിൽ കൂട്ടുവിശ്വാസികൾക്ക് എന്തോ ചെയ്യണം? നന്മ ചെയ്യണം. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 6-ാമത്തെ വാക്യം വായിച്ചേ. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും. അപ്പൊ ഒരു സഭ പാലിക്കേണ്ട എല്ലാ കാര്യവും പൗലോസ് ഇങ്ങനെ തന്റെ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക. ഇനി നമ്മൾ അതിനകത്ത് ഒരു ഭാഗം എടുക്കുക. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരാൾ തെറ്റിലകപ്പെട്ടാൽ ആത്മീകരായ നിങ്ങൾ ചെന്ന് അവനെ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തണം. 2, തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. ഞാൻ മുമ്പേ പറയാൻ വന്നൊരു കാര്യം മറന്നുപോയി. ഈ സഭയെ ശരീരത്തിന്റെ അവയവങ്ങളോടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കട്ടെ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, കാലിൻ്റെ ഉപയോഗമല്ല കൈയുടെ, കൈയുടെ ഉപയോഗമല്ല ചെവിയുടെ ഉപയോഗമല്ല കണ്ണിൻ്റെ ഉപയോഗമല്ല വായുടെ. നിങ്ങൾക്ക് മനസ്സിലാകാനായി പറയുന്നത്. നിങ്ങൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് ഒന്നിനോടൊന്ന്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം, നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു ഈ പാവയ്ക്ക അരിഞ്ഞ കൂട്ടത്തി ഇവിടം കൂടെ അരിഞ്ഞങ്ങ് വിട്ടു. ഇങ്ങനെ എന്നെ നോക്കണം. ഇവിടെ അങ്ങനെ ബ്ലഡ് അങ്ങോട്ട് എന്ത് ചെയ്തു? നമ്മൾ പെട്ടെന്ന് തുണിയെടുത്ത് ചുറ്റി വെച്ച് ഇങ്ങനെ, അങ്ങനല്ലയോ? നഴ്സുമാരൊക്കെ ഇരിപ്പില്ലയോ? അങ്ങനല്ലയോ? ഇങ്ങനെ കൈ പൊക്കി വെച്ചിട്ട് 1 ഗ്ലാസ് പച്ചവെള്ളം, എന്നിട്ട് ആംബുലൻസ് വിളിച്ചു. കാരണം പോയി കുത്തിക്കെട്ടുണ്ടായോ? നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ കൈ മുറിഞ്ഞപ്പം കാല് പറയുക, നിനക്ക് അങ്ങനെ പറഞ്ഞോടാ, നിനക്ക് പറയുവോ? ഇല്ല. കാലിൻ്റെ വേഗത കുറയും, കണ്ണ് മെല്ലെ മെല്ലെ അടയുന്ന പോലെ തോന്നും, വാ സൈലന്റാ, ഒന്നും വേണ്ട, എന്തോ KFC വരുത്തട്ടെ, ഇങ്ങനെ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. മുഴുവൻ യൂണിയനായിട്ട് നിന്നുകൊണ്ട് ഇതിനെ സ്തോത്രം. ഉടനെ തല പറയും കിടക്കാം. ഉടനെ തല പറഞ്ഞു അനുസരിച്ച് നമ്മൾ പോയി കടന്നു. അപ്പം മമ്മി വന്നപ്പോൾ ചോദിച്ചു, വല്ലതും വേണം, ഒരു പില്ലോ കാലിനടിയിലോട്ടൊന്ന് വെച്ചേരെ. കാല് പറഞ്ഞു, എനിക്ക് പൊങ്ങിയിരിക്കണം. കൈ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇങ്ങനെയാണ് സഭയിലെ ഒരു ദൈവ പൈതൽ മുറിവേറ്റാൽ, ഭാരമുണ്ടായാൽ അതെല്ലാവർക്കും എഫക്റ്റ് ചെയ്യണം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സഭ. ഞാൻ ഇതിനകത്ത് ഒരു പദം ഇന്നത്തെ ധ്യാനത്തിനെടുക്കുക. ആ പൗലോസ് പറയാ, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. ഈ നമുക്ക് വചന വെളിപ്പാടിലോട്ടൊന്ന് വരാം. ഈ ബൈബിൾ പഠിക്കുമ്പം 2 ആശയങ്ങളായി ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഏറ്റവും വലിയ ആശയ, നമുക്കൊരു ഭാരം വന്നാൽ അത് ദൈവത്തോട് പറയാം. ഭാരം വന്നാൽ എന്താ ചെയ്യാം? ദൈവത്തോട് പറയാം. ഈ ഓരോ മീറ്റിങ്ങിലും ചെല്ലുമ്പോഴേ വിശ്വാസികളുടെ ഭാരം ഞങ്ങൾ പാസ്റ്റർമാരോട് പറയും. പക്ഷെ ഞങ്ങൾക്കൊരു ഭാരം വന്ന
പറയാൻ ആരുമില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മുടെ ഭാരം, ഇപ്പൊ ഞാൻ എൻ്റെ ഭാരം നിങ്ങളോട് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. കൂടുള്ളവരോട് പറയാൻ പറ്റുമോ? വിശ്വാസികളെക്കാൾ കൂടുതൽ ഭാരം ദൈവദാസന്മാർക്കാണ്. ഇനിയും പറയാം. എന്നാൽ ആ ഭാരം ഏറ്റെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ ഭാരം ലഘൂകരിക്കാൻ തുടങ്ങും. Glory to God. ഒരു സഭയെന്ന് പറഞ്ഞാൽ കൈയടിച്ച് പിരിയുന്നതല്ല. ഭാരമുള്ളവന്റെ ഭാരം ഏറ്റെടുത്ത് കരയുന്നതാ യഥാർത്ഥ സഭ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇനി രണ്ട് ആശയത്തിലും നമുക്കൊന്ന് ധ്യാനിക്കാം. ഇന്ന് എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം പറഞ്ഞു. ചില ഭാരങ്ങൾ നിന്നെ വിട്ട് നീങ്ങാൻ പോവാ. നീ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നീ ജയിക്കാൻ പോവാ. നിന്റെ ഭാരം ദൈവത്തിന്റെ മേലോട്ട് പകർന്നു. അവൻ നിനക്കൊരു വിടുതൽ തരാൻ പോവാ. തിരിച്ചറിവുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി തെറ്റിനെ കുറിച്ച് പറഞ്ഞ ഒരു കൊച്ചു കാര്യം കൂടെ പറയാം. ഗലാത്യ ലേഖനം 6:1 സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യത്തിന്റെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നവൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഈയുടെ ഭാര്യയും ഭർത്താവും കൂടെ വലിയ പ്രശ്നമായ ഒരു കുടുംബം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ഭർത്താവ് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ തമ്മിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ അടുക്ക കൊണ്ട് നിർത്തി. ഇപ്പൊ അതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. മധ്യസ്ഥന്റെ കയ്യിൽ നിന്ന് എൻ്റെ ഭാര്യയെ വിടുവിക്കാൻ പ്രാർത്ഥിക്കാനാണ് ഞാനിപ്പം വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോണം. എല്ലാവർക്കും നല്ല വഴി പറഞ്ഞു കൊടുക്കുന്ന നീ കുടുങ്ങിപ്പോകാതെ സൂക്ഷിച്ചോണം. ഒരിക്കലും ഒരു കുടിയന്റെ മദ്യപാനം നിർത്താനായിട്ട് സഭ ഒരാളെ ചുമതലപ്പെടുത്തി. സഭയല്ലേ എന്നിട്ട് പറഞ്ഞു, അച്ഛാ കുടിക്കരുത്, കുടിക്കുന്നത് തെറ്റാണ്. ഈ കുടിയന്മാരോട് ഇങ്ങനെ പറയുമ്പോൾ അവർ പെട്ടെന്ന് തീരുമാനം എടുക്കും, ഇനിയും ഞങ്ങൾ, പക്ഷെ നാളെ പിന്നെയും കുടിക്കും. ചെന്ന ആള് പറഞ്ഞു, അച്ഛൻ കുടിക്കരുത്, തീരുമാനം എടുക്കണം. അപ്പൊ ഭാര്യയാകത്ത് എന്ന് ഒരു കുപ്പി റം എടുത്തോണ്ട് മേശപ്പുറത്ത് വെച്ചു. അച്ഛാ, പാസ്റ്ററെ, എല്ലാ ആഴ്ചയും, ഇദ്ദേഹം ഒരു ബ്രദറെ, എല്ലാ ആഴ്ചയും ഇങ്ങനെ ആരേലും വന്ന് പറയുമ്പം പുള്ളി വാഷ് ബേസിനകത്ത് ഈ കുപ്പി തുറന്ന് ഒഴിക്കും. ആ പതിവ്. വന്ന പുള്ളി പറഞ്ഞു, ഇന്ന് ഞാൻ ഒഴിക്കുന്നില്ല, ഞാനിത് കൊണ്ടുപോവാ. അങ്ങനെ കുടിക്കത്തില്ലെന്ന് തീരുമാനമൊക്കെ എടുത്ത ഈ പുള്ളി കുപ്പിയെല്ലാം പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി. സന്ധ്യ ആയപ്പോൾ ഒരു 8 മണി ആയപ്പം ഈ മദ്യം നിർത്തിയ പുള്ളിക്ക് ഭയങ്കര വയറ്റുവേന. ഭാര്യ ഈ ബ്രദറിനെ വിളിച്ചിട്ടില്ല, കാർ ഓടിച്ച് അവിടെ 8:30 എന്നപ്പം വാതിലെല്ലാം അടച്ചേക്ക. പുള്ളി ബെല്ലടിച്ച് ചോദിച്ചു, ആരാ? മനസ്സിലായില്ല. ഈ കൊണ്ടുപോയത് അവിടെ ചെന്നെന്ന്. അപ്പൊ ഈ പരിഹരിക്കാൻ നടക്കുന്നവരോട് ഞാൻ പറയാം, പൗലോസ് പറയാം, നിങ്ങൾ എന്ത് ചെയ്യരുത്. എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ട കാഴ്ചയുണ്ട്. ഭയങ്കര ഗെയിം കളിക്കാരനായിട്ട് ഒരു ചെറുക്കനെ ഞാൻ നന്നാക്കാനായിട്ട് വേറൊരു പയ്യനോട് പറഞ്ഞു, എടാ പൊന്നു മോനെ, എടാ ചക്കരക്കൂട്ടാ, നീ എൻ്റെ മുത്തല്ലിയോടാന്ന് പറഞ്ഞു കവിളത്ത് ഉമ്മയൊക്കെ കൊടുത്തേച്ച് പറഞ്ഞു അവൻ്റെ ഗെയിം കളി നിർത്തി. അവൻ്റെ നിന്ന് ഇപ്പിബൻ തുടങ്ങി. നിങ്ങളെന്നെ ഞാൻ മനസ്സിലാക്കാനാ ഇതല്ല നിങ്ങളോട് പറയുന്നത്. അപ്പം ഒരാളുടെ വിടുതലിന് വേണ്ടി മധ്യസ്ഥത നിൽക്കുന്നവർ പരീക്ഷിക്കപ്പെടാതെ
സൂക്ഷിച്ചു. അത് പൗലോസ് ഗലാത്യ സഭയോട് പറയുക, അത് ഞാൻ തിരുവനന്തപുരം സഭയോടും പറയുക. നിങ്ങൾ പരീക്ഷിക്കപ്പെടരുത്. സ്തോത്രം. എന്നിട്ട് പറയാം, തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. നിന്റെ പ്രശ്നം അതേപോലെ ഏറ്റെടുക്കാൻ ഒരാളുണ്ടെന്ന് അറിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന സംതൃപ്തി ഭയങ്കരമാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഒരു ദൈവപൈതലുള്ള ധൈര്യം എന്നാന്നറിയാം, എൻ്റെ സഭ എൻ്റെ വിഷയം ഏറ്റെടുക്കും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം. ഒന്നാമത്തെ ദൂത്, നിന്റെ ഭാരം യഹോവയുടെ മേലിടണം. ഹല്ലേലൂയ. നിന്റെ ഭാരം എന്ത് ചെയ്യണം? എന്നോട് കർത്താവിന്റെ ആത്മാവ് പാമി ഇന്നലെ രാത്രി പറഞ്ഞു, ജനത്തെ ദണ്ണിപ്പിക്കുന്ന ചില ഭാരമേറിയ വിഷയത്തിന്മേൽ ഇന്ന് സഭ വിടുതലെടുക്കാൻ പോവാ. നിന്നെ അകാരണമായി ദണ്ണിപ്പിച്ച് അകാരണമായ ഭാരം കടത്തിവിട്ട് നിന്നെ ഒതുക്കുവാൻ നോക്കുന്ന സകല സാത്താന്റെ കുതന്ത്രങ്ങളും ഇന്നത്തെ ആരാധനയിൽ നിന്റെ ലൈഫിൽ നിന്ന് മാറിപ്പോകണം. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എവിടൊക്കെയോ ദൈവകൃപയുടെ ജ്വലനം ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാ. എത്ര പേർക്ക് അതിന് ആമയും പറയാൻ പറ്റും? ഈ ബൈബിളും പ്രകാരം മനുഷ്യൻ ഉണ്ടാകുന്നത് 2 തരത്തിലുള്ള ഭാരങ്ങളാണ്. ഒന്നാമത്തെ ഭാരം ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ഉപജീവന ചിന്തകളാലുള്ള ഭാരം. ഉപജീവന ചിന്തകളാലുള്ള ഭാരം. നല്ല മലയാളം, നാളെ എന്താകും എന്നുള്ള ചിന്തയാൽ ഉണ്ടാകുന്ന. ചില നമ്മൾ പറയും, പാസ്റ്റേ നാളത്തെ കാര്യം ഓർക്കുമ്പോ നെഞ്ചു പൊടിയുക. കറക്റ്റാ. എന്നോട് കർത്താവ് പറയാം, ആ ഭാരം ബൈബിള് വെളിപ്പെടുത്താൻ നീ യഹോവയുടെ മേലിട. ഒരാമയും പറയണം. ബൈബിളിൽ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക. ആകാശത്തിലെ പറവകളെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അവയ്ക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ചിന്തയെ പോലും വരാത്ത ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ വിശ്വസിച്ചോണ്ട് പറയണം, നാളെയെ കുറിച്ച് ഭാരം വേണ്ട. നീ കണ്ട പല സ്വപ്നങ്ങളും നടന്നിട്ടില്ല, നീ കേട്ട പല പ്രവചനങ്ങളും നടന്നിട്ടില്ല. പക്ഷെ ആത്മാവ് ഭാരങ്ങൾ വിട്ട് നീ ഒന്ന് ഫ്രീ ആക്. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോവുക. എങ്ങനെയുള്ള ഭാരമാ? ഉപജീവന. ഓ ഹല്ലേലൂയ. രാത്രി എല്ലാം കിടന്ന് ഇങ്ങനെ ചിന്തിക്കുക, പാടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തുവാവും കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്തോ, എൻ്റെ വീടിൻ്റെ കാര്യം എന്തോ, എൻ്റെ കാര്യം എന്തോ, ഇങ്ങനെ ഭാരം. അങ്ങനെ ഒരു 500 കിലോയും തലയെ കയറ്റിക്കൊണ്ടാണ് യോഗത്തിന് വരുന്നത്. എന്നിട്ട് പറയാം, പാസ്റ്ററെ പ്രസംഗിച്ചോ. ശ്വാസമൊക്കെ വിടുന്നേ കേട്ടോ, 1000 കിലോ ഉണ്ട് ആ ശ്വാസത്തിൻ്റെ വെയിറ്റ്. അതുപോലെ ഭാരപ്പെടുക. ഞാൻ നിങ്ങളോട് പറയാം, നാളെയെ കുറിച്ച് ഭാരം വേണ്ട. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം എത്തിച്ചു കൊടുക്കാൻ ദൈവം മറക്കുന്നില്ലെങ്കിൽ, ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് നിന്റെ മൊട്ട സൂചിയുടെ പ്രശ്നം തൊട്ട് നിന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വരെ തിരിച്ചറിയുന്നൊരു ദൈവം. അല്പനേരം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഇനി ഭാരം വെച്ചോണ്ട് ഒരു ദിവസം പോലും നീങ്ങരുത്. നീ ഒതുങ്ങാൻ പോകുവല്ല. നിന്റെ ഭാരം ദൈവത്തിന്റെ മേൽ കൊടുക്ക്. സങ്കീർത്തനക്കാർ പറയാം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ ഒരു നാളും. ഒരു പ്രവചനം ഞാൻ പറയാം. ഇന്ന് ഈ ദൂത് കേട്ട് ഈ ദൂതിൽ അടി ഉറച്ച് നിൽക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം. ദൂത്, നീ ഭാരപ്പെട്ട വിഷയത്തിനകത്ത് ഒരത്ഭുതം കാണാൻ പോവാ. ഞാൻ പ്രവചിക്കുക, നീ ഭാരപ്പെട്ട വിഷയത്തിനകത്ത്, ചില മാസങ്ങളായി നിന്നെ അലട്ടിയ വിഷയത്തിനകത്ത് നീ ഒരു അത്ഭുതം കാണാൻ പോവാ. ഇത് ദൈവം യേശുവിന്റെ നാമത്തില് ഇന്ന് ചിലർ കംപ്ലീറ്റ് ഫ്രീ ആകാൻ പോവുക. നിന്നെ ഭാരമേറിയ അനുഭവങ്ങള് നിന്റെ മനസ്സിൽ നിന്ന് മാറാൻ പോവുക. നിന്നെ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുക. വലിയൊരു പ്രവൃത്തി നിന്റെ സന്തതിയുടെ മേൽ വരാനുണ്ട്. ചിലരുടെ ഉള്ളിൽ ആ തീ കത്തുന്നുണ്ട്. ചിലരുടെ ഉള്ളിൽ
ഓ, ഇന്ന് ചിലരുടെ മേൽ കിടക്കുന്ന ഭാരങ്ങളെ ദൈവം ശാസിക്കുക. ഇനി നീ ഭാരപ്പെടണ്ട. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തൊന്ന് പ്രവചിക്ക്, നീ ഭാരപ്പെട്ട വിഷയത്തിലൊരു അത്ഭുതം നടക്കാൻ പോവാന്ന് പറ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. നീ ഭാരപ്പെടുന്നത് നാളെയെക്കുറിച്ചുള്ള ഉപജീവന ചിന്തയാ. എഴുതിയിട്ടോ, നിനക്ക് ആർക്കും തുറക്കാത്ത വഴി തുറക്കാൻ പോവാ. ആർക്കു വേണ്ടിയും യേശുവിന്റെ നാമത്തില് ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ചോദിച്ചിട്ട് തരുന്നത് കൊണ്ട്, ചോദിക്കാതെ തരുന്നത് കൊണ്ട്. ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം കൊടുപ്പിച്ചത് ചോദിച്ചിട്ടല്ല, ചോദിക്കാതെ കൊടുത്തതാ. ദൂതന്മാർ അപ്പം കൊണ്ട് കൊടുത്തത് ചോദിച്ചിട്ടല്ല, ചോദിക്കാതാ. ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നീ ചോദിക്കാതെ ചിലത് നിനക്ക് വേണ്ടി ചെയ്യട്ടെ. നീ പ്രാർത്ഥിക്കുന്ന ചില കാര്യം അറിഞ്ഞ്, നിന്റെ അവസ്ഥ അറിഞ്ഞ് കണ്ടോ, ചിലരുടെ ഉള്ളിൽ ഒരു ആത്മാവിന്റെ തീ ആളി കത്തുക. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ട. എന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, എണ്ണപ്പെടുന്ന ചില ദിവസത്തിനകത്ത് നീ ഭാരപ്പെടുന്ന വിഷയത്തില് നിനക്ക് മറുപടിയുണ്ട്. ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിന്റെ കരുതൽ കാണാൻ പോവുക. ദൈവത്തിന്റെ കരുതൽ എത്ര പേരുടെ കണ്ണ് തുറക്കുന്നെന്ന് എനിക്കറിയത്തില്ല. നീ ദൈവത്തിന്റെ കരുതല്. അല്പനേരം ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. അല്പനേരം ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുന്നെങ്കിൽ, ഇന്ന് എനിക്ക് ദൈവം ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേൽ പുത്തൻ അഭിഷേകം വീഴാൻ പോവുക. ഇനി നീ ഭാരം ചുമക്കണ്ട. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് നീ വർഷങ്ങളായി കൊതിച്ച ആ പുതിയ ഭാഷ, ആ പുതിയ കൃപ, ആ പുതിയ, നീ എവിടോ ചെന്ന് പെടാൻ പോവുക. നിന്നെ ഭാരപ്പെടുത്തിച്ച വിഷയത്തിനകത്ത് വ്യക്തതയുള്ള മറുപടി. ഒന്ന്, ഉപജീവന ചിന്തകളാലുള്ള ഭാരം. ജീസസ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. രണ്ടാമത്തെ ഭാരമാണ് അധ്വാന ഭാരം. ഒന്ന്, ഉപജീവന ചിന്തകളാലുള്ള ഭാരം. രണ്ട്, അധ്വാന ഭാരം എന്ന് പറഞ്ഞാൽ എത്ര അധ്വാനിച്ചിട്ടും എന്തില്ല, റിസൾട്ട് ഇല്ല. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറയാം, ഒരുവൻ ആത്മീക അനുഗ്രഹം ആവശ്യമാണ്, ഭൗതിക അനുഗ്രഹവും ആവശ്യമാണ്. ആത്മീക അനുഗ്രഹത്തിനാണ് ഒന്നാമത്തെ സ്ഥാനം, ഭൗതികത്തിന് രണ്ടാമത്തെ സ്ഥാനമാണ്. ഭൗതികമുള്ളവന്റെ ഉള്ളിൽ ഭൗതികം നിറയരുത്, ആത്മീകം നിറയണം. നമ്മൾ ഇനിയും ഈ പ്രധാന ഭാഗത്തേക്ക് വരിക. അപ്പൊ ഒന്നാമത്തെ ചിന്ത ഉപജീവന ചിന്ത. ജോലിയില്ല, വീടില്ല, മോളെ കല്യാണം എങ്ങനെ നടക്കും, നാളെ എങ്ങനെ കഴിക്കും, ഇങ്ങനെ പോയാൽ എങ്ങനെ ആവും, ഈ ചിന്ത. ഇതൊരു വലിയ ഭാര. രണ്ടാമത്തെ ഭാര, എത്ര അധ്വാനിച്ചിട്ടും റിസൾട്ട് ഇല്ല. സ്വതം അധ്വാനത്തിനൊരു കുറവുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു നേഴ്സ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റയാളെ ജോലി ചെയ്യുന്നുള്ളൂ, രാത്രിയും പകലും ജോലി ചെയ്യുക. സ്തോത്രം. ഇതുവരെ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അല്ലെ, കാരണം സ്തോത്രം, അവൾ അധ്വാനിച്ചിട്ട് റിസൾട്ട് ഉണ്ടാകുന്നില്ല. ഞാൻ ചിലരോടൊക്കെ കർത്താവിൻ്റെ ദൂത് പറയുക, ഈ ഭാരം ഇടാൻ പറ്റിയ ഒറ്റ സ്ഥലമേ ഉള്ളൂ, ദൈവത്തിന്റെ കയ്യിലോട്ട്. ഓ, ഇന്ന് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭാരം എവിടെ ഇടണം? യഹോവയുടെ മേലിടണം. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ദൂത്. ഒന്നടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം, ആ ഭാരം ദൈവത്തിന് മേലോട്ട് ഇടാൻ പറ. ഈ സത്യത്തിൽ ബൈബിൾ എന്നാ പഠിപ്പിക്കുന്നതെന്ന് കേട്ടെ. നിങ്ങൾ ബൈബിളിൽ നിന്ന് വളരെ മനസ്സിലാകുന്ന ചില കാര്യം പെട്ടെന്ന് പറയാം. എന്നെ ശ്രദ്ധിച്ചിരിക്കണം, പെട്ടെന്ന് പറയാം. സത്യത്തിൽ ദൈവത്തെ കണ്ടൊരു ദൈവ പൈതൽ നാളെയെക്കുറിച്ച് ഭാരപ്പെടുകയേ വേണ്ട. കാരണം ദൈവത്തിൻ്റെ പ്രോഗ്രാമിൽ ഡേറ്റ് ടു ഡേറ്റ് എല്ലാ കാര്യവും കൃത്യമായി നടക്കും. ഒരാമയും വരുന്നില്ല. ഞാൻ മനസ്സിലാകുന്ന കൊച്ചു കാര്യങ്ങൾ, ചില കാര്യങ്ങൾ പറയാം. ഒരു ഹാഗർ കുഞ്ഞിനെയും കൊണ്ട് കരയുന്നതിന് മുമ്പേ ആ സെയിം നോക്കിയാ കാണുന്ന ദൂരത്തിൽ തമ്പുരാൻ ഉറവ തുറന്നിട്ടേക്കുക. ഒരു ഇസഹാക്ക് മല കയറുന്നതിന് മുമ്പ് നോക്കിയാ കാണുന്ന ദൂരത്തിൽ ഒരു ആടിനെ കുരുക്കിയിട്ടിരിക്കുക.
ഒരു ഏലിയാവ് കെരീത്തിലെത്തും മുമ്പ് യാമി തുടങ്ങുന്നിടത്തുനിന്ന് കാക്ക പറക്കാൻ തുടങ്ങി. അങ്ങനെങ്കിൽ ഞാനൊരു ദൂത് നിങ്ങളോട് തുറന്നു പറയാം. ദൈവത്തിന് സ്തോത്രം. ദൂത് തുറന്നു പറയാം. നാളെയെ കുറിച്ച് വിചാരപ്പെടണ്ട. ദൈവത്തിന് സ്തോത്രം. കാരണം എല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. ഈ സത്യത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ബൈബിള് പറയുന്നത് എന്തറിയാം? നിന്റെ ഭാരം മൊത്തം അങ്ങോട്ട് കർത്താവിന്റെ മേൽ ഇട്ടിട്ട് ഫ്രീ ആയിട്ട് ചിരിച്ചു സന്തോഷിച്ച് പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് സ്തോത്രം പറഞ്ഞങ്ങ് ജീവിച്ചോണം. ബ്രദറെ, എന്തേലും നടന്നോ? ഒന്നും നടന്നില്ലോ, എല്ലാം നടക്കും. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ കടബാധ്യതയുണ്ട്. 5 ലക്ഷം രൂപ കടം ഉണ്ടായിട്ട് നെഞ്ചു തിരുമിക്കൊണ്ട് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 5 കോടി കടം ഉണ്ടാക്കിയിട്ടും ദൈവം എല്ലാം ചെയ്യും ബ്രദർ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട്, ഞാൻ രണ്ടാമത്തെ ആളിൻ്റെ കൂടാണ്. ഭാരം കൊണ്ടു നടക്കരുത്. നാളെയെക്കുറിച്ചുള്ള ഭാരം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് നീ ചിന്തിച്ചതിലും അപ്പുറത്തെ കാര്യമാണ്. നിന്റെ സന്തതിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ ദൈവത്തിനോട് യെസ്. 1-2 മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഒരു കൃപ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. യെസ്, ഞാൻ ദൈവാത്മാവി കാണുകയാ. എവിടൊക്കെയോ ചില ദൈവ പദ്ധതികള് ഒന്നിച്ച് കണക്ട് ആകാൻ പോവുക യേശുവിന്റെ നാമത്തില്. എവിടൊക്കെയോ യെസ്, ഞാൻ ഇതിനകത്തൊരു വലിയ കാഴ്ച കാണുക. അങ്ങനെ ഒരു കാഴ്ച മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഒരു ജങ്കാറിനകത്ത് ധാരാളം വാഹനങ്ങൾ കയറ്റിയിട്ട് അത് വേറൊരു കരയോട് വന്ന് മുട്ടുന്ന പോലെ. ജങ്കാർ വരുന്നത് കാണുമ്പോൾ ഒരു മല വരുന്നത് പോലെയാണ്. അത് കരയോട് വന്ന് പറ്റുന്നത് പോലെ നിന്റെ ലൈഫിനെ വിചാരിക്കാത്ത ഏതോ ധ്രുവത്തിലോട്ട് കൊണ്ട് കെട്ടുവാൻ. നീ ദൈവപദ്ധതിയെ തടയരുത്. നിന്റെ ഉദാസീനത കുറവ്, നിന്റെ മടി, നിന്റെ പിടിവാശി, നിന്റെ ഹുങ്ക്, അതൊന്നും നീ ദൈവപ്രവൃത്തിയെ തടയരുത്. തടഞ്ഞാൽ ഒത്തിരി വില കൊടുക്കേണ്ടി വരും. തിരിച്ചറിവുള്ളവർ ഒരു പായ്ക്കപ്പലിനെ പോലെ നീ യാത്ര ചെയ്തേ. കാറ്റിനെ തുറന്നു വിടുന്ന ദൈവമാണ്. ഏതു ദിശയിലേക്ക് പോകണമോ അത് പരിശുദ്ധാത്മാവ് പറയട്ടെ. വ്യക്തികളെ സ്പർശിക്കുക. നിന്നെ രക്ഷിക്കപ്പെടുത്തിയത്, നിന്നെ സ്നാനപ്പെടുത്തിയത്, നിന്നെ സഭയിൽ അംഗമാക്കിയത് ഒത്തപോലെ ജീവിക്കാനല്ല. പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ, അഭിഷക്തന്മാർ പറയുന്ന പോലെ, ദൈവവചനം പറയുന്ന പോലെ നീ ജീവിച്ചില്ലെങ്കിൽ ബൈബിളിലെ ഒരു നന്മയും പ്രാപിക്കാൻ കഴിയില്ല. എനിക്കിത് പ്രസംഗിച്ച് തുടങ്ങിയപ്പോഴേ ഇത് ഞായറാഴ്ച പറയേണ്ടതാന്ന് ഫീല്. പക്ഷെ ഇന്ന് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നീ ഞായറാഴ്ച വരാത്തോണ്ടായിരിക്കും ഇന്ന് പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇത് ഞായറാഴ്ച പറയേണ്ട ദൂത വിശ്വാസികളോട്. പക്ഷെ ഇന്ന് ഇത് നിന്നോട് പറയണം. പക്ഷേ ഞാൻ വിടുതലിന് അവിടെ പോയി, വിടുതലിന് ഇവിടെ പോയി, അവർ കൈവച്ച് ഇവർ കൈവച്ച്, അവർ ബന്ധനമടിച്ച് ഇവർ ബന്ധനമടിച്ച് അവിടെ പോയി ശാസിച്ച് ബ്രദറെ ഇപ്പോഴും ഞാൻ കുഴിയില്ല. കാരണം നീ യഥാർത്ഥ ദൈവ വ്യവസ്ഥയിൽ വന്നിട്ടില്ല. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ടെ. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ ഉത്സാഹം നിന്നെ ജയത്തിലെത്തിക്കും. എങ്ങനെയും പോകാനല്ല ഇവിടെ സഭ കൊണ്ടുപോകുന്നത്. സഭ കൊണ്ടുപോകുന്നത് നിത്യതയ്ക്കൊരു കൂട്ടം ഒരുങ്ങപ്പെടണം. ഇവിടെ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനുള്ള വ്യത്യാസം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയട്ടെ. ഞാനിവിടെ കാണുക ചില വ്യക്തികളുടെ മേൽ നിന്ന ഭാരം, നിന്റെ ഉറക്കത്തെ കെടുത്തുന്ന ഭാരം, നിന്റെ ഉപജീവന ചിന്തകളെ കുറിച്ചുള്ള ഭാരം, അധ്വാനം. ഞാൻ ആത്മാവിൽ കാണുക ആരുടെയൊക്കെയോ മേൽ നിന്ന ഭാരങ്ങൾ നിങ്ങൾ ആരോടും തുറന്നു പറയാതെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഭാരം. ലോർഡ് ദൈവത്തിന്. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം, ഈ ഭാരമെല്ലാം ആരുടെ മേലിടണം? 2 ഭാരങ്ങളാണ് പറഞ്ഞ. ഒന്ന്, ഉപജീവന ചിന്തകളാലുള്ള ഭാരം. സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അടുക്കൽ സ്തോത്രം, നമ്മുടെ ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോള് എന്നും വന്ന് പ്രാർത്ഥിക്കാൻ വരും. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവൾക്കൊരു സബ്ജക്റ്റേ ഉള്ളൂ. അവളൊരു നല്ല കോഴ്സ് എടുത്തു. പക്ഷെ അതിനകത്ത് ഒരു സബ്ജക്റ്റ് തോറ്റുപോയി. ഒരു സബ്ജക്റ്റ് തോറ്റുപോയി. അതവൾ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പം കല്യാണത്തിനൊക്കെ വരുമ്പം സത്യം തുറന്നു പറയണമല്ലോ. അവർ പറഞ്ഞു ഒരെണ്ണം. അപ്പം വന്ന കൂട്ടര് പെങ്ങളുടെ വന്ന് കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഒന്നുമല്ല, ആ ഒരെണ്ണം തോറ്റോണ്ട് വേണ്ട.
എന്നാൽ അത് മറച്ചു വെച്ച് അങ്ങ് നടത്താമെന്ന് വിചാരിച്ചാൽ അവിടെ കൂട്ടുകാരി ഇതുപോലെ മറച്ചു വെച്ച് നടത്തി അവളിപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുക. ആ പെങ്കൊച്ച് എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ വിളിച്ചുപോലെന്ന് പറഞ്ഞ എന്നോ കരച്ചില്ല. ഞാനൊരു 3.5 വർഷം ഇവക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3.5 വർഷം. നിങ്ങളുടെ അവസ്ഥ എല്ലാ ദിവസവും നമ്മളെ കാണുമ്പോൾ കരയുന്ന കൊച്ചിനെ കാണുമ്പോൾ നമ്മുടെ അവസ്ഥയൊന്ന് ഓർക്കും. ഞാൻ എന്നും പോസിറ്റീവായിട്ട് നിന്നെ കെട്ടാൻ വരുന്നവൻ അങ്ങനല്ല, സർട്ടിഫിക്കറ്റ് ചോദിക്കുമോ? 100 ചോദ്യമാണ്. കാര്യം അവിടെ കൂട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ഞാൻ എത്ര പറഞ്ഞു കൊടുത്തു, എൻ്റെ പൊന്നുമോളെ അങ്ങനൊന്നും അല്ല. അവൾക്കൊരു കല്യാണാലോചന വന്നു. ഇവള് ചെറുക്കനോടൊരു പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് തോന്നുന്നു. ചെറുക്കനോടൊക്കെ ചെന്നു പറഞ്ഞു, ഞാൻ ഒരു വിഷയത്തിന് തോറ്റതാണ്. ഇത് പറഞ്ഞാൽ എല്ലാവരും കല്യാണം മാറിപ്പോയി. എന്നാലും അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എൻ്റെ കമ്പനി വർക്ക് ചെയ്യാനാണ് നിന്നെ കൊണ്ടുവന്നു. അവിടെ സർട്ടിഫിക്കറ്റിന് സ്ഥാനമില്ല. അവൾ ആ കല്യാണക്കുറിയും കൊണ്ടൊരു വരവ് വന്നു. എൻ്റെ ബ്രദറെ, ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട, 3.5 കൊല്ലമാണ് നമ്മളെ വെള്ളം കുടിപ്പിച്ച്. കർത്താവേ, എങ്ങനെയും ഒരു കല്യാണം നടക്കണേ കർത്താവേ എന്ന് നമ്മളങ്ങ് മുട്ടനെന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് പോലും നടന്നില്ല. വന്നപ്പോൾ എന്നോട് പറയുക, ഇതിനാ ടെൻഷൻ അടിക്കല്ലെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞേക്കുന്നത്. നമ്മളെ 3.5 കൊല്ലം വിട്ട് വെള്ളം കുടിപ്പിച്ചാ. ഞാൻ ഈ അനുഭവങ്ങളൊക്കെ പങ്കിടുന്ന എന്തിനാണെന്നറിയോ? ഇന്ന് ചിലര് ആ ഭാരം വിടണം. നിങ്ങൾക്കൊന്ന് പറയാമോ, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നൊന്ന് പറയാമോ? അത്രയും അല്ലല്ലോ. തിരുവനന്തപുരത്തുകാർക്ക് നല്ല ശബ്ദമാണല്ലോ. ഞാൻ മുമ്പേ പാട്ട് കേട്ടാന്നല്ലോ. ഒന്ന് പറഞ്ഞേ. എന്നിട്ട് ലൈവിലുള്ളവർ മിണ്ടുന്നില്ല. ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. അമ്മ അടുത്തിരിക്കുന്ന ആളൊന്ന് അമ്മ ഒന്ന് തൊട്ടച്ച് പറ, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഒരു ശുശ്രൂഷകൻ ഒരിക്കല് ഒരു ശുശ്രൂഷ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എവിടെയും പാസ്റ്റർക്ക് ഇങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്ത് പറയണ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം, അതൊന്ന് പറയണം. ഞാൻ ചോദിച്ചു, എന്നാ? ഞാനൊരു സുവിശേഷകനായിട്ട് ഒരു വീട്ടിൽ വാടക താമസിക്കുക. 11 മാസമായിട്ട് റെന്റ് കൊടുക്കാനില്ല. അങ്ങനെ റെന്റ് കൊടുക്കാനില്ലാതെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോവാ. അമ്മച്ചി ആന്നേ പ്രാർത്ഥനക്കാരി ആന്നില്ല, ഇച്ചിരി മൂപ്പ. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്ന് വീട്ടിലിരുന്ന ഡൈനിങ് ടേബിൾ എടുത്ത് മുറ്റത്ത് വെച്ചു. 83 വയസ്സുണ്ടെങ്കിലും മോശമല്ല. ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എങ്ങനെ 83 വയസ്സുള്ള അമ്മച്ചി ഡൈനിങ് ടേബിൾ എടുത്തേ? അമ്മച്ചി പിള്ളേരെയും കൊണ്ടുവന്ന്. സ്തോത്രം. ആരും വാടകയ്ക്ക് വീട് തരുന്നുമില്ല. സ്തോത്രം. ഇപ്പൊ പുള്ളി പ്രാർത്ഥിക്കാണ്ടിരുന്നപ്പോ കർത്താവ് പുള്ളിയോട് പറഞ്ഞു, ഈ വീട് നിനക്ക് തന്നേക്കുവാന്ന്. ഈ വീട് പുള്ളി പറയാ, കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഞാൻ ഈ വീട് തരുമെന്ന ശബ്ദം കേട്ടാ നിൽക്കുന്നേ. ഇപ്പൊ ഡൈനിങ് ടേബിൾ വരെ. പെട്ടെന്ന് ഈ അമ്മച്ചിയുടെ മോളൊക്കെ ഒരു രാജ്യത്താ. അവരുടെ കൊച്ചിനൊരു അസുഖം ഉണ്ടായി. അവര് ആശുപത്രിയിലെല്ലാം പോയി എങ്ങോട്ടും സൗഖ്യമാവുന്നില്ല. അവസാനം അവര് ഒരു ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു. ആ കൊച്ചങ്ങ് സൗഖ്യമായി. ദൈവത്തിന് ഈ പ്ലാൻ ഭയങ്കര സൗഖ്യമായി. നമ്മളിതൊന്നും വിശ്വസിക്കാതെ നമ്മളിങ്ങനെ സ്തോത്രം ഇങ്ങനെ ഇപ്പം ചാവൂന്ന് പറഞ്ഞ് നിൽക്കരുത്. സൗഖ്യമായി കഴിഞ്ഞപ്പോൾ അവര് എല്ലാവരും രക്ഷിക്കപ്പെട്ടു. അവരെല്ലാവരും സ്നാനപ്പെട്ടു. സ്തോത്രം. ഇപ്പൊ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ സ്തോത്രം ദൈവത്തിന് എന്നും ഒരു അവകാശം വേണമെന്ന് പറഞ്ഞു. പാസ്റ്റർക്കൊന്നും അറിയത്തില്ല. നിന്റെ കുടുംബത്തിൽ എപ്പോഴും ദൈവത്തിന് ഒരു അവകാശം വേണമെന്ന് പറഞ്ഞു. അവരതിനെ അങ്ങ് ഏറ്റെടുത്തു. നാട്ടിൽ വന്ന അമ്മയോട് പറഞ്ഞു, സ്തോത്രം, ആ വീടിരിക്കുന്ന സ്ഥലവും ആ വീടും ആ ഇരിക്കുന്ന സ്ഥലവും കൂടെ ഒരു എഴുത്തുകാരനെ വിളിച്ചിട്ട് ഞങ്ങൾ അടുത്ത മാസം വരുമ്പം പാസ്റ്റർക്ക് എഴുതി കൊടുക്കണം. അന്നേരം അമ്മ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഡൈനിങ് ടേബിൾ വെളിയിറക്കിയായിരുന്നു, അതൊന്നും കുഴപ്പമില്ല. അമ്മ എന്നു വെച്ച് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ മോക്കയാണ്ട് കുഴപ്പം പറ്റുന്ന തോന്നുന്നു. അവള് പറഞ്ഞു, ഇതിപ്പോൾ പാസ്റ്റർക്ക് എഴുതി തരണമെന്നാ. പാസ്റ്റർ പറഞ്ഞു, ഇത് ദൈവം എന്നോട് 4.5 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വേണ്ട, മിണ്ടുന്നില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്? ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യട്ടെ. ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പ്രാർത്ഥന കേട്ടാമി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ജീവിതം ശൂന്യമാകാൻ പോകുമല്ല. ദൈവം നിന്റെ സന്തതിക്ക് വേണ്ടി കൃപ
ആരോടൊക്കെയോ ഈ സാക്ഷ്യം ഒരു അത്ഭുതമായി മാറുക. ആ കരങ്ങൾ അടിച്ച് ആ ദൂതിനെ ഏറ്റെടുത്ത യെസ്, എവിടൊക്കെയോ യെസ്, അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ കരങ്ങളൊന്ന് അടിച്ചൊന്ന് ആരാധിച്ച യെസ്. യേശുവിന്റെ നാമത്തിൽ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾക്കകത്ത് നിന്റെ ലൈഫിൽ ഒരു അത്ഭുതം നടക്കട്ടെ. നീ ഭാരപ്പെട്ട വിഷയം, ദൈവം ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുന്നു. എന്നോട് ദൈവത്തിന് ഒരു ജങ്കാറ് വന്ന് അടുക്കുന്നത് പോലെ ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ ലൈഫിലേക്ക് എന്തിനെയോ വലിച്ചടിപ്പിക്കുന്നു. ഞാൻ കണ്ട വിഷനാ പറയുന്നേ. നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ ഇതുവരെ ഇല്ലാത്തത് എന്തോ എൻട്രി ചെയ്യാൻ പോവാ. ഹോളി സ്പിരിറ്റ്, ഞാൻ ആത്മകണ്ണുകളിലൂടെ കാണുക. അസാധാരണമായത് എന്തോ നിന്റെ ഫാമിലിയിൽ വരാൻ പോകുന്നു. അസാധാരണമായത് എന്തോ നിന്റെ കുടുംബത്തിൽ വരാൻ പോകുന്നു. അസാധാരണമായത് എന്തോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ചില ശരീരങ്ങളിൽ ആരോഗ്യം വർദ്ധിക്കുന്നു. ചിലർ ശിരസിമേൽ അഭിഷേകം വർദ്ധിക്കുന്നു. ചിലരുടെ കണ്ണുകൾ ദർശന തലത്തിന് തുറന്നു വരുന്നു. ചിലരുടെ വായുകൾ പ്രവാചക ദൂതുകൾക്ക് തുറന്നു വരുന്നു. ചിലരുടെ കണ്ണുകൾ സ്വപ്നതലങ്ങളെ കണ്ടോ പിടിച്ചു നിർത്താൻ വയ്യാത്ത പോലെ യേശുവിന്റെ നാമത്തില് ദൈവ സാന്നിധ്യം ഒരു മഴ പോലെ. 1-2 മിനിറ്റുകൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ, നിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ അഗ്നിജ്വാലയങ്ങൾ. നീ ഇവിടെ ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ സന്തതി ഇരിക്കുന്നിടത്ത് ഉപജീവന ചിന്തകളാലുള്ള ഭാര പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തില് നീ കേട്ട വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ നിറവേറാൻ പോവാ. നീ കണ്ട സ്വപ്നങ്ങൾ ഈ ദിവസങ്ങളിൽ നിറവേറാൻ പോവാ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇതാ നിന്റെ വീടിന്റെ ഡോറിൽ വന്ന് മുട്ടുന്നു. ആർക്കെയോ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ ഒരു വാർത്ത നീ കേൾക്കാൻ പോവാ. അതൊരു യാത്രയോട് ബന്ധപ്പെട്ടാണ്, അതൊരു വഴിയോട് ബന്ധപ്പെട്ടാണ്, അതൊരു നന്മയോട്. അടുത്തിരിക്കുന്ന ആളെ നോക്കണ്ട. നിന്നോട് തന്നെയാ ദൂത്, നിന്നോട് തന്നെയാ ദൂത്, നിന്നോട് തന്നെയാ ദൂത്. യെസ്, ഉപജീവന ചിന്തകളാലുള്ള ഭാരം നിന്നെ വിട്ടൊഴിയട്ടെ. അധ്വാന ഭാരത്താലുള്ള ചിന്ത. കർത്താവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുക. ഈ മീറ്റിംഗ് മറ്റൊരു നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് കാണാം ഇതിനകം പരിശുദ്ധാത്മ പൂർണ്ണമാകുകയാണ്. ഏദനിലൂടെ നടന്ന ദൈവത്തിന്റെ കാലൊച്ച പോലെ ഇന്ന് പകൽ ദൈവ സാന്നിധ്യമുള്ള ജനത്തിന്റെ നടുവിലൂടെ കർത്താവ് നടക്കുന്ന കാലൊച്ച നിന്റെ ലൈഫിനെ പൂട്ടിക്കെട്ടിയ സകല കെട്ടുകളും ഇന്നത്തെ പ്രാർത്ഥനയിൽ എല്ലാവർക്കും ഇല്ല, സെലക്റ്റീവായ ചിലരുടെ മേൽ എന്തോ പുതുമ വെളിപ്പെടാൻ പോകുകയാ. എല്ലാ അഡിക്ഷൻസും പൊട്ടുകയാ, സകല അന്ധകാരങ്ങളും പൊട്ടുകയാ. ഇതാ പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്. ഞാൻ ആത്മാവിൽ കാണുക. ചില നാവുകളിൽ പുതിയ അഭിഷേകം വരുന്നു. ചില നാവുകളിൽ നിന്റെ ശുശ്രൂഷ മാറുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതം മാറുന്നു, നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറുന്നു. നിന്റെ സന്തതികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കഴുക കണ്ണുകൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ കണ്ണുകൾ നിന്റെ മുമ്പിൽ നിന്ന് മറയാൻ പോവുക. നിന്റെ ബ്ലോക്കായി കിടക്കുന്ന നന്മ റിലീസാകുന്നു. നിന്റെ സ്റ്റക്കായി കിടക്കുന്ന പേപ്പർ റിലീസാകുന്നു. നീ എത്തേണ്ട ജോലി സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടെത്തിക്കാത്ത രീതിയിൽ ശത്രു തടുത്തു വെച്ച കറുത്ത കൈകൾ വ്യക്തികളെ തൊടുന്നു. അവിടെ വ്യക്തികളെ തൊടുന്നു. പരിശുദ്ധാത്മാവ് അവിടെ തൊടുന്നു. എല്ലാവരും ഇല്ല, സെലക്റ്റീവായ ചിലരെ. ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിന്നെ വട്ടം ചുറ്റിക്കുന്ന എല്ലാ സ്പിരിറ്റുകളും ഈ പ്രാർത്ഥനയിൽ അഴിഞ്ഞു പോകട്ടെ. നിന്റെ വീടിനകത്ത് ഒരു അസാധാരണ ദൈവപ്രവൃത്തി നിന്റെ തലമുറമേൽ. ഒന്നാമത്തെ ഭാഗം ഞാൻ വിടുവാ. നിന്റെ ഭാരം എന്ത് ചെയ്യണം? യഹോവയുടെ മേലെ. അവിടുന്ന് തൊട്ടേച്ച് പറയാൻ നിന്റെ ഭാരം ദൈവത്തിന്റെ മേലെ ഇടണം. രണ്ടാമത്തെ ആശയാണ് പൗലോസ് ഗലാത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ഈ ബൈബിളിനകത്ത് തമ്മിൽ ചെയ്യണമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ബൈബിളിലുണ്ട്. സ്തോത്രം. ആ 3 കാര്യവും ഞാൻ വിവരിക്കാൻ സമയം എടുക്കത്തില്ല. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു ഭാഗത്തിലുണ്ട്. മറ്റൊരു ഭാഗത്തുണ്ട് തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണമെന്നൊരു ഭാഗത്തുണ്ട്. ഇവിടെ തമ്മിൽ എന്ത് ചെയ്യണം? ഭാരങ്ങളെ ചുമക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഭാരം ഇവിടെ നിൽക്കുന്ന ഒരാളോട് പറഞ്ഞു. അദ്ദേഹം ഉടനെ നമ്മളോട് തിരിച്ചു പറയുക, അയ്യോ അനുപാഷയ്ക്ക് ഇത്രയും വലിയ ഭാരം ഉണ്ടായിരുന്നു,
അതെനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ, ദൈവഹിതമേ നടക്കൂ. എന്നാ വേറൊരാളിനോട് പറയാ, പാസ്റ്റർ ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു. വീട്ടിലോട്ട് എന്ന് മുട്ടു കുത്തി വെച്ച് ഞാൻ ഒരിക്കല് അറിയപ്പെടുന്നൊരു ദൈവദാസന് ക്യാൻസർ എന്ന രോഗം ബാധിച്ചു. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്താണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നിരിക്കുന്നത്. ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടറാണ് ആ ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം ഒരു ചെറിയ കുഴപ്പം സംഭവിച്ചാൽ അയാൾ മരണത്തിലേക്ക് പോകും. ആ മനുഷ്യന്റെ ഓപ്പറേഷൻ തുടങ്ങിയ സമയത്ത് എപ്പോഴും ഒരിക്കൽ ആ ചർച്ചിൽ പോയി സ്നാനമേറ്റ ഒരു തൃശ്ശൂർക്കാരൻ പയ്യൻ എന്നെ പല ആവർത്തി പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടുണ്ട്. പ്രാർത്ഥന എന്ന ആശയത്തെ ഒരു പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചപ്പോൾ മുഴങ്കാലുകൾക്കളെ തലയിട്ട പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഒരു അനുഭവം പങ്കിട്ടു. ആ ദൈവദാസന്റെ ഓപ്പറേഷൻ 12 മണിക്കൂറായിരുന്നു. ആ ചെറുപ്പക്കാരൻ പറയാ, എന്നെ സ്നാനപ്പെടുത്തിയത് ആ പാസ്റ്റർ. എനിക്ക് ആ ചർച്ചിൽ നിന്ന് വിവരം കിട്ടി, പാസ്റ്റർ ഓപ്പറേഷൻ നടക്കുക. ഞാനൊരു തലയണ എടുത്ത് എന്റെ വയറോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് 13 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ആ പിടി വിട്ടെ. അത്രയും നേരം ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു. ഞാൻ എന്നാ നീ പ്രാർത്ഥിച്ചേ? പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ പാസ്റ്ററെ സൗഖ്യമാക്കണേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ആ ദൈവദാസൻ പോലും അറിഞ്ഞില്ല, ഇപ്പോഴും അറിയത്തില്ല ഇങ്ങനൊരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചത്. ഒരു വിശ്വാസിക്ക് ഒരു ഭാരം വന്നാൽ, നമ്മളന്നെ ഭാരം ഉണ്ടേ പറയും നമ്മുടെ ഭാരം എല്ലാം പറഞ്ഞ സഭയെല്ലാം ഫ്ലാഷ് ആവും. അങ്ങനല്ല. നിങ്ങൾക്ക് ഭാരമുള്ളൊരു കാര്യം, ശുശ്രൂഷന്മാരുടെ പ്രത്യേകത എന്നാണെന്നറിയോ? ഒരു വിശ്വാസി അവരോടൊരു ഭാരമുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങളാരും രണ്ടാമതൊരാളോട് പറയത്തില്ല. മൂന്നാമതെന്നല്ല, രണ്ടാമതൊരാള്. അത്ര പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പേര് പറയാതെ പറയും, ഈ വിഷയം ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്നാ? തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. യോശുവയും മോശയും കൂടി ഇങ്ങനെ സ്തോത്രം ചേർന്ന് നിൽക്കുക. ശത്രു യുദ്ധത്തിന് വന്നപ്പോ ലോർഡ് യോശുവയോട് പറഞ്ഞു, ജനത്തെ തെരഞ്ഞെടുത്ത് നീ യുദ്ധത്തിന് പോകും. ഞാൻ ദൈവത്തിന്റെ വടിയും കൊണ്ട് പർവ്വത മുകളിൽ കയറാൻ പോകും. പർവ്വത മുകളിൽ കയറി മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മോശയുടെ കൈക്കൊരു ക്ഷീണം. കൈ മെല്ലെ താഴോട്ട് താഴ്ന്ന കണ്ടപ്പോ നറുക്കിട്ട് തെരഞ്ഞെടുത്തില്ല, കമ്മറ്റ് കൂടി തെരഞ്ഞെടുത്തില്ല. അഹരോന്റെയും ഹൂരിന്റെ കാലുകൾ പർവ്വത മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങി. ഞാനിവിടെ ഇരിക്കുന്ന ചതിലോട് ദൂത് പറയാം, ഭാരങ്ങൾ കൈമാറാൻ ഒരാൾ നിനക്കുണ്ടെങ്കിൽ നിന്റെ കൈകൾ കൊട്ടവിട്ടൊഴിയുന്ന ദിവസങ്ങൾ. ഒരു ദൈവവൈദ്യന്റെ ധൈര്യം എന്താണ്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടരുണ്ട്. കോട്ടയം ചർച്ചിനകത്ത് നമ്മുടെ ചർച്ചിൽപ്പെട്ട ഒരു സിസ്റ്റർ ബാംഗ്ലൂർ പോയേക്ക. ബാംഗ്ലൂർ മോൻ കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള ബസ്സെ കയറ്റി വിട്ടു. 10 മണിയായപ്പോ ബസ്സെ കയറി. പക്ഷെ അന്ന് രാത്രി ആ ചർച്ചിലുള്ള പലരും, ലിനി അടക്കം പലരും, അന്ന് രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുക, ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, രാത്രി ഷീറ്റ് വിരിച്ചിട്ട് അതെ കിടന്ന് കരയുക. എന്തിനാ കരയുന്നത് അവർക്കറിയത്തില്ല. രാത്രി ഒരു 12:30-1 മണി സമയമായപ്പോ ബാംഗ്ലൂരിൽ നിന്ന് അതിവേഗം പാഞ്ഞു വന്ന ബസ് മുമ്പിലെ ലൈറ്റ് വെട്ടം കൊണ്ട് കമ്പി കെട്ടിക്കൊണ്ടുപോയൊരു വണ്ടി കണ്ടില്ല. നേരെ ചെന്ന് കമ്പി കെട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിയിലേക്ക് ചെന്ന് കയറി. അതുവരെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സിസ്റ്റർ ബസ് നൊലഞ്ഞപ്പോൾ ഇങ്ങനായി.
ആ ലോറിയിലെ കമ്പികൾ തന്റെ ഈ ചെവി തുളച്ചോണ്ട് തൊട്ടപ്പുറത്തിരുന്ന സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവദാസിയുടെ ജീവനെ വരെ എടുത്തു. സഭയന്ന് രാത്രി ഒന്നും അറിയാതെ പ്രാർത്ഥിക്കുക. ഞാനൊരു സന്ദേശം പറയാം. ഭാരം ചുമക്കാൻ ഒരാളുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും തന്നെ വഴിമാറിപ്പോകും. ഒരു സഭയുടെ പ്രത്യേകത ചത്ത കുഴിച്ചിടാനല്ല സഭ. ഇതൊരു വലിയ പ്രാർത്ഥനാ ബന്ധമാണ്. ഈ ബന്ധം വ്യക്തികളെ പിടിച്ചു നിർത്തും. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ വിജയം ഭാരം കയ്യേക്കാൻ ചിലരുണ്ട്. വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോവാം. അടുത്ത മിനിറ്റുകൾ ഭയങ്കര ഗൗരവമുള്ള മിനിറ്റുകളാണ്. ഇതിന്ന് 4 മണി വരെ പ്രസംഗിച്ചാൽ ഈ ദൂത് തീരത്തില്ല. ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട 2 കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ലോർഡ്, ഒരു ചോദ്യം. നിങ്ങൾക്ക് 1000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നിന്റെ ഭാരം ഏറ്റെടുക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതാണ് നിന്റെ ലൈഫിന്റെ വിജയം. ഓ യേശുവിന്റെ നാമത്തില് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നീ മറന്നാലും ചില വിഷയങ്ങൾ സ്നേഹിതർ മറക്കത്തില്ല. കാരണം എന്താ? അവർ ഇടിവിൽ നിൽക്കുന്നവരാണ്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. യെസ്, എനിക്ക് ഈ പട്ടണത്തിൽ വളരെ പ്രായം ചെന്നൊരു മനുഷ്യന് എൻ്റെ സ്നേഹിതനാണ്. ഞാൻ 3 വർഷം മുമ്പ് എനിക്ക് ഭാരമുള്ളൊരു വിഷയം പുള്ളിയെ വിളിച്ചു പറഞ്ഞു. പുള്ളിക്ക് ഭാരമുള്ള വിഷയം എന്നോടാ പറയുന്നു. അതുപോലെ ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥനാ ബന്ധത്തിലുള്ളവർ. കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചപ്പോൾ 3 വർഷം മുമ്പ് പറഞ്ഞ വിഷയം പുള്ളി എന്നോട് ചോദിച്ചു. കാരണം അദ്ദേഹം അത് ഏറ്റെടുക്കുക. മോശയുടെ കൈ മെല്ലെ താന്നു വന്നപ്പോൾ ഒരു അഹരോനും ഹൂരും താഴ്വരയിൽ മുകളിലേക്ക് കയറി. എന്നെ ഒന്ന് സഹായിക്കുന്ന പറഞ്ഞില്ല മോശ, അറിഞ്ഞു കണ്ട്. സഭയുടെ പ്രത്യേകത പറയണ്ട, അറിഞ്ഞു കണ്ട്. പറയണ്ട. യെസ്, തിരിച്ചറിവുള്ളവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്യുക. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അറിഞ്ഞു കണ്ട്. ആമി പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂതൻ. നിന്റെ കുടുംബത്തിൽ ചില അവസ്ഥ അറിഞ്ഞു കണ്ട്, നിനക്ക് പ്രാർത്ഥന വേണമെന്ന് അറിഞ്ഞ്, നിനക്ക് ഉപവാസം വേണമെന്ന് അറിഞ്ഞ്, നിനക്ക് നിലവിളി വേണമെന്ന് അറിഞ്ഞ്, നിനക്ക് പ്രേയർ വേണമെന്ന് അറിഞ്ഞ് ഒരു കൂട്ടർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അല്ലാതെ ഇപ്പോഴത്തെ പ്രാർത്ഥനക്കാരെ പോലെ ഒരുത്തം വീഴ്ച സംഭവിച്ച പറഞ്ഞ അവൻ പോട്ടടാ എന്ന് പറയുന്ന നിന്റെ മെന്റാലിറ്റിയെ സ്വർഗം അംഗീകരിക്കുന്നില്ല. ഓ ലോർഡ്, അവനെ എങ്ങനെങ്കിലും ഉദ്ധരിക്കാൻ, മടക്കി വരുത്താൻ ശ്രമിക്കണം. രാത്രി പകലും ശ്രമിക്കണം. ഒരാത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ദൈവദാസന്മാർക്ക് ഇത്രയും മാന്യത കിട്ടാൻ കാര്യം എന്തെന്നറിയാമോ? അവർ ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാ. എന്തിനു വേണ്ടിയാ? പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, പല സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം. പൗലോസിന്റെ ഏറ്റവും വലിയ ഭാരം എന്താ? പല സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം. ഒരാമയും പറഞ്ഞാട്ട്, നമുക്ക് നമ്മുടെ വീടിനെയും പിള്ളാരെയും കുറിച്ചല്ലാതെ വേറെ എന്തോ ചിന്താഭാരമാവുള്ളേ? നിന്റെ സഭയെ പറ്റി ചിന്താഭാരം ഉണ്ടോ? ഇവിടെയുള്ള 100 പേർക്ക് ഈ ചർച്ചിനോട് സ്ഥലം വാങ്ങിക്കാൻ ചിന്താഭാരം അകത്ത് കയറിയാൽ ആ ലാൻഡ് വാങ്ങിച്ചിരിക്കും. എല്ലാത്തിനും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒരു കാര്യത്തിനും പിരിവില്ല, എല്ലാ കാര്യത്തിനും പ്രയർ ആണ്. പിരിവിനേക്കാൾ പവർഫുൾ ആണ് പ്രയർ. പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങി നിന്ന് നടത്തിത്തരും. ഒരാമയും പറഞ്ഞാട്, പ്രാർത്ഥിക്കുന്ന കുറച്ചുപേര് സഭയിൽ ഉണ്ടെങ്കിൽ സഭയുടെ ആവശ്യം ഇതിന് മുടക്കാൻ പൈസ അവര് കൊടുക്കണമെന്നില്ല, വേറെ ആളുടെ കൈ കൊടുത്തു വിടും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, പ്രാർത്ഥിച്ച് ജീവിക്കാം. ഞാൻ നിങ്ങളോട് പറയാം, പണ്ടത്തെ ലൈഫ് പോലല്ല രക്ഷിക്കപ്പെട്ട ലൈഫ്. രക്ഷിക്കപ്പെട്ട ലൈഫ് അറിയാത്തവരോട് പറയാം, നീ വെറുതെ തൊഴയരുത്. നിന്നെ പഠിപ്പിക്കുക പരിശുദ്ധാത്മാവ്. നീ പാമ്പി അഭിഷക്തന്മാർ പറയുന്ന പോലെ കേട്ടാൽ നിനക്ക് അനുഗ്രഹമാ. ഇനി ഈ ദൂതിലോട്ട് വരട്ടെ.
ഒരു അഹരോനും ഹൂരും കേറി. ഗ്ലോറി. കയറിയ അവർ എന്നെയെന്നറിയോ? നീ പ്രാർത്ഥിക്കാൻ കയറിയാണ്, ഞാൻ എന്താ വേണം? അല്ല, രണ്ട് കൈയും താങ്ങിപ്പിടിച്ചു. താങ്ങിപ്പിടിക്കുമ്പോ പാളയത്തിൽ യോശുവ കണ്ടുക, ശത്രു പുറകോട്ട് പോകുക. യോശുവ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ട കാഴ്ച, പർവ്വത മുകളിൽ രണ്ട് കൈയുടെ ചുവട്ടിൽ രണ്ട് തോള്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചതിരോട് ദൂത് പോലെ, ഒരു പട്ടണം പിടിക്കാൻ വേണ്ടത് ഒരാളല്ല, ഒരുമയാണ്. ഇന്ന് പകൽ താങ്ങി പിടിക്കാൻ, പ്രാർത്ഥിക്കുന്നവന്റെ കൈ താങ്ങാൻ ഉപവസിക്കുന്ന ഗ്ലോറി. നല്ലൊരു ഹല്ലേലൂയ പറ. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറ. ഇനി ആ ഭാഗം വിടാ. ഒരു പത്രോസ് ഇരുമ്പഴിക്കകത്ത് ബന്ധിക്കപ്പെട്ടു. സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭ, ഞാൻ ഇപ്പോഴും ഓർക്കുക, കോട്ടയം KPS മാനർ ഹാളിൽ അലറിക്കരഞ്ഞുകൊണ്ട് സിസ്റ്റർ കയറി വന്നു. ആദ്യമായിട്ട് ചർച്ച വരിക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ TV പ്രോഗ്രാം കണ്ടുവരിക. എന്നാ വന്നേ? എന്റെ ഭർത്താവ് ഗൾഫിൽ ചെയ്യാത്തൊരു കുറ്റത്തിന് പ്രതിയായി ജയിലിൽ കിടക്കുക. എന്നാ കിടന്നേ? മിനിഞ്ഞാന്ന് ജയിലിൽ പോയി. ഞാൻ ഉറങ്ങിയിട്ട് 2 ദിവസമായി. വചനം കേട്ട് വരിക. ഞാൻ വന്നതിന്റെ ഉദ്ദേശം, സഭ പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കും. ഒരു ആമയും വരുന്നില്ല. ജീസസ്. അന്നത്തെ സഭായോഗത്തിൽ പ്രാർത്ഥിച്ചു. സൗദിയിൽ എനിക്കൊത്തിരി ഫ്രണ്ട് സർക്കിളുകളുണ്ട്. അവരെ കൊണ്ട് തിരക്കിച്ച പറഞ്ഞു, മിനിമം 8 മാസമെങ്കിലും ജയിലിൽ കിടക്കണം ലോർഡ്. പക്ഷെ സഭ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 14 ദിവസം തികയുന്നതിന് മുമ്പ് അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൽ വന്നു, നമ്മുടെ ചർച്ചിൽ വന്നു. ഞാനൊരു വെളിപ്പാട് പറയാം, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാ. ഇവിടെ ഇരിക്കുന്ന ചിലരോടാ ദൂത്. ഡോക്ടറെ കിട്ടാൻ എളുപ്പമാ, നേഴ്സിനെ കിട്ടാൻ എളുപ്പമാ, എഞ്ചിനീയർ കിട്ടാൻ എളുപ്പമാ, കളക്ടറെ കിട്ടാൻ എളുപ്പമാ. പ്രാർത്ഥിക്കുന്നവരെ കിട്ടാൻ എളുപ്പമല്ല. ഓ കൃപ. ഇവിടെ എന്തോ അസാധാരണമായ പ്രവൃത്തി നടക്കാൻ പോവാ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ, പല ചുരുളും ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയും. നിന്നെ കുരുക്കാൻ ചിലരിട്ട പദ്ധതി. നോക്ക് നോക്ക്, നിങ്ങൾ നോക്ക്, എന്നെ ഒന്ന് നോക്കിക്കേ. ഞാൻ വളരെ പെട്ടെന്ന് ഇനി സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പോവാം. നിങ്ങൾ എന്റെ കൂടെ വരണം. നോക്കിക്കേ, ഒരു കൊട്ടാരത്തിന്റെ പടിപ്പുരക്കിൽ ഒരു മനുഷ്യൻ കിടക്കുക. അവന്റെ പേര് മൊർദെഖായി എന്ന. ലോർഡ് ജീസസ്. അവനെ ഒതുക്കാൻ ഹാമാൻ തീരുമാനിച്ചു. ജീസസ് ഒരു ലെറ്റർ എസ്തറിന് കൊടുത്തു വിടുക. ലെറ്ററിന്റെ സാരാംശം കേട്ടോണം. ജീസസ്, എന്റെ ഭാരം നീയുടേക്കണം. ഒരാമയും വരുന്നില്ല. ഒരു വിഷയത്തിന് 2 പേർ ഒരുപോലെ ഭാരമെടുത്തു. ഞാൻ ദൂത് പറയാം, നിനക്ക് കൊട്ടാരവുമായിട്ട് ബന്ധം വേണ്ട, പ്രാർത്ഥനയുമായിട്ട് ബന്ധം മതി. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിനക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബന്ധമാ ലഭിച്ചിരിക്കുന്നത്. അത് പ്രയറാ. ഓ യേശുവിന്റെ നാമത്തില്, ഓ യേശുവിന്റെ നാമത്തിൽ. യെസ്. ഓ അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബന്ധം ലഭിച്ചിരിക്കുന്നത് അത് പ്രയറാന്ന് പറ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നത്, 4 മണി വരെ പ്രസംഗിച്ചാൽ തീരാത്ത ദൂത. എന്നാ ഞാൻ പെട്ടെന്ന് നിർത്താം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. രാജ്യം ഭരിക്കുന്ന രാജാവുണ്ട്, ഒതുക്കാൻ നിൽക്കുന്ന ഹാമാനുണ്ട്. പക്ഷെ ആരൊക്കെ നിന്നാലും മൊർദെഖായിക്ക് കുലുക്കമില്ല. കാരണം എന്നാ? അവൻ ഇവിടെ പ്രാർത്ഥിക്കാൻ തയ്യാറാ. ഇവന് വേണ്ടി എസ്തർ അകത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാ. Glory to God, glory to God, glory to God. പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൈവത്തിന്റെ ദൂത്, നിനക്ക് വേണ്ടി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ. ചിലരെ ദൈവം ഒരുക്കുക. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, നിന്റെ തള്ളിക്കളഞ്ഞ വിഷയത്തിനകത്ത് നിനക്ക് പ്രാർത്ഥനയിൽ താങ്ങിപ്പിടിക്കാൻ ചിലരുണ്ട്. Glory to God, glory to God, glory to God, glory to God. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നില്ലേ, എന്റെ വിഷയം ഒന്ന് ഷെയർ ചെയ്താൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്ന്?
മോനെ നീ പൗലോസ്, നിങ്ങൾ നോക്കി, ചിലര് പറഞ്ഞു ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ജയിച്ചോളാമെന്ന്. അത് നല്ലതാ, പക്ഷെ അതിനേക്കാൾ നല്ലത് പ്രാർത്ഥിച്ച് 3-ാം സ്വർഗത്തിൽ വരെ പോയ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫിലിപ്പിയ സഭയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാര്യം? എടാ, പൗലോസിന് മറ്റൊരാളുടെ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ നിനക്കും വേറൊരാളുടെ പ്രയർ ആവശ്യമാ. ഓ, യേശുവിന്റെ നാമത്തില് ഇന്ന് ഈ പ്രയർ തീരുന്നതിന് മുമ്പ് തമ്മിൽ ഭാരങ്ങളെ ചുമക്ക്, തമ്മിൽ